എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നന്നാകടാ പൊന്നുമോന്. എന്റെ സംഘാരകൾ ഉൾപ്പെടെ എല്ലാവരോടും പറയുകയാ, 5 വഖത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കല്ലേ. അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ, അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ടേ മരിക്കാവൂ. പടച്ചവനെ, ഇന്ന് വാതിന് വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാ. കാരണം എവിടെന്നാ വരുന്നതെന്നറിയോ? ഇന്ന് വാതിന് വരുന്നതിന് മുമ്പ് പടച്ചവനെ, എന്റെ പ്രിയ സുഹൃത്ത് റഫീഖ്, പടച്ചവനെ, അവരുടെ നാട്ടിൽ 2 ദിവസം മുമ്പ് ഒരു കുടുംബത്തിലെ 3 മക്കൾ ഒരുമിച്ചങ്ങ് മരണപ്പെട്ടു പോയല്ലോ. 2 മക്കളും ഒരു പെൺകുട്ടിയും, ആകെയുണ്ടായിരുന്ന 3 മക്കളും പടച്ചവനെ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി മരിച്ചു പോയല്ലോ. അല്ലാഹുവേ, ആ മരിച്ച വീട് കണ്ടിട്ടാ വരുന്നത്, ആ മരിച്ച വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാ വരുന്നത്. പടച്ചവനെ, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇങ്ങനെ ഇരുന്ന് കരയുന്ന ഉസ്താദേ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്തല്ലോ. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ, 3 ശുഹദാക്കളുടെ വാപ്പയല്ലേ നിങ്ങള്. 3 ശുഹദാക്കളെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ. എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ, മരിക്കുന്നത് വരെ ജീവിക്കണമല്ലോ, മരിക്കുന്ന കാലം വരെ ഇങ്ങനെ ജീവിക്കണമല്ലോ. 3 മക്കളുടെ മയ്യത്ത് ഒറ്റ ദിവസം കണ്ട വാപ്പയാ. അല്ലാഹുവേ, പടച്ചവരേ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. മോനെ, ഇത്രയേ ഉള്ളടാ ജീവിതത്തിന്റെ വില. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല പൊന്നുമോനെ. നിന്റെ ജീവിതത്തിൽ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ലോ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോ എവിടെ വെച്ച് വന്നാലും അവസാനത്തെ വഖത്തും നിസ്കരിച്ചിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പടച്ചവനെ, ഞാനൊരു മനുഷ്യനെ പറഞ്ഞു തരാ. നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു തരാ. പടച്ചവനെ, വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുകയാണ്. പടച്ചവനെ, പതിവില്ലാതെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നു. മക്കള് ചോദിച്ചു, എന്തിനാ വാപ്പാ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നത്? അല്ലാ, വാപ്പ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും. കല്യാണ വീടിന്റെ കല്യാണം വരുമ്പോ വീട് വൃത്തിയാക്കുന്നത് പോലെ വീടിന്റെ പരിസരം മുഴുവനും വൃത്തിയാക്കുകയാ. അവസാനം അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും. അല്ലാഹുവേ, അന്ന് വൈകുന്നേരം സമയമെത്തിയപ്പോ ഭാര്യയോട് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ, എന്നെ നീ ഒന്ന് കുളിപ്പിക്കുവോ, എന്നെ നീ ഒന്ന് കുളിപ്പിക്കുവോ. അവസാനം ഭാര്യ കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇനി ഒരിക്കലും നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, അവിടെ നിന്ന് കുളിച്ചു. ഭാര്യ ഭർത്താവിനെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒതുവെടുത്തിട്ട് നമുക്ക് നിസ്കരിക്കാം. ഇത്ര ഭാര്യയും ഭർത്താവും കൂടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ടല്ല ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, എന്നെ മരിക്കുന്ന ദിവസവും നിസ്കരിക്കണമെന്ന് വല്ലാത്ത മോഹമായിരുന്നു. അല്ലാഹു എനിക്കതിനുള്ള ഭാഗ്യം തന്നല്ലോ എന്ന് യാത്രയും പറഞ്ഞിട്ട് കിടന്നതാ. എന്റെ പ്രിയമുള്ളവര്, അവസാന പടച്ചറപ്പിന്റെ തീരുമാനത്തിന്റെ മുന്നിലങ്ങ് യാത്രയായപ്പോ ആരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയുവോ? പാറന്നൂർ ഉസ്താദിന്റെ ചരിത്രമാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, മോനെ, മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഇന്നലെ പള്ളിയിലേക്ക് ജുമയ്ക്ക് പോകുമ്പോ പടച്ചവനെ, 2 ചെറുപ്പക്കാര് പാണ്ടിലൂരിയുടെ അടിയിൽ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ 2 മക്കളാണ്. പടച്ചവരെ, മോനെ, അവസാനം കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് മരിക്കുമ്പോ അല്ലാഹുവേ, കണ്ടവര് മുഴുവനും ഓടുകയാണ്. ലോറിയുടെ ഡ്രൈവർ വിളിച്ചു കൂവിക്കൊണ്ടാ ഓടുന്നത്. അവസാനം ഫയർഫോഴ്സ് വന്നിട്ട്
പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിൽ അവിടുന്ന് മയ്യത്തെടുക്കുമ്പോ ചെറുപ്പക്കാരാ ജീവിതത്തിന് വില ഇത്രയേ ഉള്ളു പൊന്നുമോന്. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ. ഏത് സമയത്ത് എവിടെ വെച്ച് വന്നാൽ സമ്മാന പൊതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങണം മോനെ. അർഹമുറഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കടേ തമ്പുരാന്. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. സംഘാടകരുടെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഓടേണ്ടവർക്ക് ഓടാ, ഇപ്പോഴല്ലേ ഓടാൻ പറ്റൂ. മലക്കുൽ മൗത്ത് വന്നാൽ എവിടെയോടാരാ? ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബേ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ, മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുമോ? നല്ല ഒരു സദക്ക കൊടുക്കാൻ കഴിയുമോ? സദക്ക ഇടുന്ന സമയത്ത് പറയണമല്ലോ, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട്, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുപെടുത്തിട്ട് നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ. ഒരു നിയത്തോടെ ഒരു നല്ല സദഖ എടുത്തു. അല്ലാഹുവേ അർഹമുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവർക്ക് റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാഹ്. ഈ അവരിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൈക്ക് സെറ്റുകാരൻ എന്താ പറ്റി, ഇന്നെല്ലാം പോയെന്ന് തോന്നുന്നു. ഇന്ന് പോട്ടെട്ടാ, നാളെ ക്ലിയർ ആക്കിയേക്കണം കേട്ടോ. ഇന്നത്തേക്ക് ഒരു ദിവസം കേട്ടോ, നാളതൊക്കെ ശരിയാക്കിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം നിസ്കരിക്കാത്തവരല്ല, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, പടച്ചവനെ ഇവരുടെ ഇരു ലോകവും നീ വിജയത്തിലാക്കി കൊടുക്കണേ റഹ്മാൻ. ഇവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവനെ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണേ പടച്ചവൻ. എല്ലാവരും നല്ല കാര്യത്തിന് വേണ്ടിയാ. ഇവിടുത്തെ മദ്രസയെ കുറിച്ച് എല്ലാവരും നല്ല നിലയിൽ അൽഹംദുലില്ലാ. ഇവിടുത്തെ മദ്രസ വളരെ തുച്ഛമായ കുറച്ച് ആൾക്കാർ മാത്രം, ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും വഴിയില്ലാതെ പിരിവുകൾ എടുത്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ലക്ഷ്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആരോ കുറച്ച് വസ്തു കൊടുത്തു, 10 സെന്റ് വസ്തു ആരോ കൊടുത്തു. അവിടെ ഒരു ചെറിയ ഒരു ബിൽഡിംഗ് വെച്ചിട്ട് വാടകയ്ക്ക് കൊടുത്താൽ അൽഹംദുലില്ലാ കലാകാലം അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് പള്ളി മദ്രസയുടെ കാര്യങ്ങൾ നടക്കും. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരൻ, ഇൻഷാ അല്ലാഹ് 11:30 നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ബാക്കി നാളെ മൈക്ക് സെറ്റൊക്കെ എന്തോ ചെറിയ ഷോട്ടെങ്ങാണ്ട് വന്നിട്ട് എല്ലാം പോയി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നിർത്താം. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് നേരത്തെ തുടങ്ങാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എഴുന്നേറ്റ് ബക്കറ്റ് ഒന്ന് പെട്ടെന്ന് അൽഹംദുലില്ലാ, ബക്കറ്റ് പെട്ടെന്ന് പുറകോട്ട് പോട്ടെ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ചങ്ങാതി അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യ്. എല്ലാവരും ഒന്ന് കാണാനാ, നാളെ കാണാൻ പറ്റിയില്ലെങ്കിൽ വാ. എല്ലാവരും ഇങ്ങോട്ട് മുന്നോട്ട്. പുറത്ത് ചെറുപ്പക്കാരൊക്കെ കയറി ഇൻഷാ അല്ലാഹ്. എല്ലാവരും വണ്ടിക്കകത്ത് ഉറക്കാം.
എല്ലാരും പെട്ടെന്ന് സമയം നിൽക്കണ ചങ്ങായിമാരൊക്കെ ഡെസ്കിന്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് ബിസ്മില്ലാ ബാബാ ദുആ ചെയ്യാൻ പോകുന്നു, സ്വർഗത്തിൽ പോകാൻ പോകുന്നു. ഇന്ന് ദുആ ചെയ്തിട്ട് അങ്ങ് പൊക്കോ, നാളെ വരണ്ട. പെട്ടെന്നോ നാളെ വരണ്ട, വള്ളിക്കാട്ടി കിടന്ന് വാഴേക്കാം. ഇങ്ങോട്ട് കയറി ആ വണ്ടിയുടെ സൈഡിൽ നിൽക്കണവരൊക്കെ ഇങ്ങോട്ട് വാ, സ്വർഗത്തിൽ കയറി അല്ലെങ്കിൽ പോ, പെട്ടെന്ന് വാ. അൽഹംദുലില്ലാഹ്, സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിപ്പോ അകന്നിക്കണം, ഇങ്ങോട്ട് വാ ചങ്ങായി, ഇങ്ങോട്ട് കേറി നിന്നെന്ന് പറഞ്ഞ് നിനക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, നീ രക്ഷപ്പെട്ടു പോകത്തില്ല. ഇങ്ങോട്ട് കേറ്. കവാടത്തിൽ നിൽക്കുന്ന ചങ്ങായിമാര് ആ 3 ചെറുപ്പക്കാർ ഒന്നീ സ്വർഗത്തിൽ കയറല്ലേ പോടാ, അവിടെ കൊണ്ട് വലിയ ചർച്ച നടക്കാം, ആണവ കരാറിന്റെ ചർച്ചയാന്ന് തോന്നുന്നു. ഒന്നീ സ്വർഗത്തിൽ കയറിപ്പോ, അങ്ങോട്ട് കയറി. അൽഹംദുലില്ലാഹ്. അതാ നിൽക്കണ ചങ്ങായി സംഘാടകർ ഇങ്ങോട്ട് ആ നിൽക്കണ 4-5 ചങ്ങാതിമാര് സ്വർഗത്തിലോട്ട് കയറി. ഇല്ലാണതാ അതിനകത്തെന്തോ ഒരു റൂമിനകത്ത് കുറച്ച് പേര് ഇങ്ങോട്ട് ഇറങ്ങുവാ. അൽഹംദുലില്ലാഹ്. മോളി നിൽക്കണ കാക്കാമാരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഇങ്ങോട്ട് കയറി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പിരിവുണ്ടില്ലേ? ഇന്നങ്ങ് പിരിച്ച നാളെ വഴുതു പറയാം. ആ ജോലി അങ്ങ് തീർത്താൽ നാളെ വഴുതു പറഞ്ഞു. നാളെ ഇനി പിരിവാണ്ട് കവർ കൊടുക്കാം. കൊടുത്തു, നാളെ വിധി ഉണ്ടെങ്കിൽ കിട്ടും. കൊടുത്തു. എല്ലാവരുടെ കയ്യിലും ഓരോ കവറോട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കും, മദ്രസ അതിന്റെ വല്ലാത്ത മഹത്വ മദ്രസയ്ക്ക്. ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് കൊടുക്കാൻ ശമ്പളം പോലും ഇല്ല, പിരിവെടുത്തൊരവസ്ഥ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സദഖ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തെന്ന് ഞാൻ നിങ്ങളോട് ചെറിയ സദഖ, നാളെ പിരിക്കാൻ വയ്യാത്ത ഞാൻ നിങ്ങളോടൊരു ചെറിയ സദഖ ചോദിക്കാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഒരു നല്ല മരണം നീ നിന്റെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിന്റെ അകത്ത് കടത്തിയിരിക്കുന്ന ദിവസം കാണാൻ വരുന്നവര് മുഴുവനും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കും. അല്ലാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ ഓരോ മനുഷ്യനും അല്ലാഹുവേ എന്താ പടച്ചവനെ മരണം, എന്തൊരു ചിരിയ, എന്തൊരു പ്രകാശം, ഉറങ്ങുന്ന റബ്ബേ അല്ലാഹുവേ എനിക്കും ഇങ്ങനെ തരണേ എന്ന് ജനങ്ങൾ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു മരണം അല്ലാഹു തരും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അൽഹംദുലില്ലാഹ് ഈ മദ്രസയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഈ ഒരു ബിൽഡിംഗ്, എന്റെ പ്രിയപ്പെട്ടവരെ, മദ്രസയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ഉസ്താദന്മാരുടെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം കണ്ടിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മരിക്കുമ്പോൾ നീ കാണും, വാ ബുശിറു ബിൽ ജന്ന. നീ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയം മലക്കുകൾ കാണിച്ചു തരും. നീ അന്ന് കൊടുത്തതിന്റെ പ്രതിഫലം നോക്കടാ, ഇതാണ് സ്വർഗം എന്ന് കാണിച്ചു തരും. ആ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 2 വിശദീകരിക്കുന്നില്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തുകൂടെ എല്ലാരും നടക്കും. അന്ന് റസൂലുള്ള പറഞ്ഞു, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പല രൂപങ്ങളിലാ ജനങ്ങൾ കടന്നു വരുന്നത്. ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസം എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് നിങ്ങൾ പറന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചവന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ അവിടെയാണ്, ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടെയാണ്, മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത് അവിടെയാണ്, ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന മദ്രസയുടെ അവസ്ഥ തന്നെ പരിതാപകരമാണ്. അല്ലാഹുവേ, അതിനൊരു പരിഹാരം തേടിയിട്ട് വെച്ച പരിപാടിയാ. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം പറക്കാം. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാനുള്ള ഭാഗ്യവാ. സ്വർഗത്തിന്റെ കാവൽക്കാരൻ പോലും നിന്നോട് ചോദിക്കും, നീ ആരാണ്? പറന്നു വരുന്നല്ലോ, നീ പറന്നു വരുന്നല്ലോ, നീ ആരാ, നീ ആരാ? മലക്കുകൾ പോലും നിന്നോട് അത്ഭുതത്തോടെ ചോദിക്കുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇബ്നു ബുകൈൽ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർക്ക് ഒരു ചരിത്രം പറഞ്ഞു ദുആ ചെയ്യാം. ഇബ്നു ബുകൈൽ എന്ന് പറയുന്ന സ്വഹാബിക്ക് രണ്ട് കാലുമില്ല, വലത് കൈ മാത്രമേ ഉള്ളൂ, ഇടത് കൈയില്ല. വീടിന്റെ അകത്തിരിക്കുമ്പോ അല്ലാഹുവേ സ്വഹാബികൾ വീടിന്റെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓടുകയാണ്. പടച്ചവനെ, ഇബ്നു ബുകൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ഇടഞ്ഞിടഞ്ഞ് വീടിന്റെ വെളിയിൽ വന്നു. ഓടുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എവിടേക്കാ മോനെ? വല്ലാത്ത സന്തോഷത്തിലാണല്ലോ ഓടുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന് സദക്ക ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വീട്ടിലുള്ളത് എന്താണോ എടുത്തുകൊണ്ടുവരാൻ. അല്ലാഹുവേ സ്വർഗ്ഗം തരാമെന്നാ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. പടച്ചവരെ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ എന്റെ വീട്ടിൽ അല്പം ഗോതമ്പ് മാവാ. എന്റെ വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഗോതമ്പ് മാവാണ്. ഇത് പാവങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. കൊടുത്താ തരുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ സ്വർഗ്ഗവാ. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടങ്ങ് പോകുമ്പോ രണ്ട് കാലില്ലാത്ത ഒരു കൈ മാത്രമുള്ള ഇബ്നു ബുകൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, കണ്ണ് നിറഞ്ഞൊഴുകുകയാ. റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാണ്. സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കാൻ വല്ലാത്ത കൊതിയാണ്. പക്ഷേ ദീനിന് വേണ്ടി കൊടുക്കാൻ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരാ. വീടിന്റെ അകത്തിരുന്നിട്ട് സമാധാനം കിട്ടാതെ വന്നപ്പോ ഇടഞ്ഞിടഞ്ഞ് തന്റെ യഹൂദിയുടെ അയൽവാസിയായ യഹൂദിയുടെ ഈ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. യഹൂദിയുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? യഹൂദി ചോദിച്ചു, കാലില്ലാത്ത ഒറ്റക്കയ്യനായ നീ എന്ത് ജോലി ചെയ്യാനാ? അവസാനം ഇബ്നു ബുകൈൽ തങ്ങൾ പറഞ്ഞു, ഞാൻ വെള്ളം കോരി നിങ്ങളുടെ മരങ്ങൾ നനയ്ക്കാം. യഹൂദിക്ക് വെള്ളം കോരുന്നത് കാണാനുള്ള ആഗ്രഹം കാരണം അവിടെ നിന്ന് ജോലി കൊടുത്തു. ഇബ്നു ബുകൈൽ റളിയല്ലാഹു തആല അൻഹു എന്തേ ചെയ്തതെന്നറിയുവോ? വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയും കയറും എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് കിണറ്റിന്റെ അകത്ത് തൊട്ടിയിടുകയാണ്. പടച്ചവനെ, വെള്ളം നിറഞ്ഞു കഴിയുമ്പോ വലത് കൈകൊണ്ട് കയറ് വലിക്കുകയാ. രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ല. എന്തേ ചെയ്തതെന്നറിയുവോ? കയറിങ്ങനെ വായിലേക്ക് ചേർത്ത് വെച്ചിട്ട് തന്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയാണ്. കയറ് വലിക്കും, കടിച്ചു പിടിക്കും. ഇതുപോലെ വെള്ളം മുകളിലെത്തുമ്പോ കയറ് കടിച്ചു പിടിച്ചിട്ട് റബ്ബേ വെള്ളമെടുത്തിട്ട് പാത്രത്തിൽ ചരിക്കുകയാ. എന്നിട്ട് തന്റെ മടിയിൽ വെച്ചിട്ട് മണ്ണിലൂടെ ഇടഞ്ഞിടഞ്ഞു കൊണ്ടുപോയി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. യഹൂദി വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. കുറെ സമയം കഴിഞ്ഞ് വെളിയിൽ വന്ന് നോക്കുമ്പോ ഇബ്നു ബുകൈൽ തങ്ങളെ കാണുന്നില്ല. കിണറ്റിന്റെ ചുവട്ടിലെ രക്തത്തിന്റെ അടയാളം കാണുകയാണ്. പടച്ചവനെ, യഹൂദി ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടില് വായിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ശരീരം മുഴുവനും രക്തമാണ്. ബോധമില്ലാതെ തളർന്നു കിടക്കുകയാണ്. അവിടെ അല്പം വെള്ളം കുടഞ്ഞു, മുഖത്ത് വെള്ളമൊടിച്ചു, കുടിക്കാൻ വെള്ളം കൊടുത്തു. ഇബ്നു ബുകൈൽ തങ്ങളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? പൈസ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നു, ഇത്ര അത്യാവശ്യമെന്തേ? ആ സമയത്ത് ഇബ്നു ബുകൈൽ തങ്ങൾ പറഞ്ഞു, മനുഷ്യ, അല്ലാഹുവിന്റെ റസൂൽ സദക്ക ചോദിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പാവങ്ങൾക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ്. സ്വർഗം കണ്ടുകൊണ്ടുള്ള ഒരു മരണമാണ്. ഞാൻ ജീവിക്കുന്നത് അതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാ. എന്റെ ശമ്പളം ഒന്ന് തരുവോ? എന്റെ കൂലി ഒന്ന് തരുവോ? 4 ദിർഹം എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു. ഇബ്നു ബുകൈൽ റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഇഴഞ്ഞു കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ വായിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ശരീരം മുഴുവനും രക്തത്തിലാണ്. ഇബ്നു ബുകൈൽ തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. റസൂലുള്ളാഹി ഓടിച്ചെന്നു. അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇബ്നു ബുകൈലേ, ആരാ
ആരാ നിന്നെ തല്ലിയത്, ആരാ നിന്നെ ഉപദ്രവിച്ചത്? യാ റസൂലല്ലാഹ്, എന്നെ ആരും ഒന്നും ചെയ്തില്ല നബിയേ. പിന്നെ രക്തമൊലിക്കുന്നതിന്റെ കാരണമെന്ത്? പിന്നെ എങ്ങനാ രക്തമൊലിക്കുന്നത്? അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തൊട്ടിയും കയറാ കിണറ്റിന്റെ അകത്ത് കയറിട്ടിട്ട് വെള്ളം വലിച്ചിട്ട് എന്റെ വായിൽ നിന്ന് രക്തം വരുന്നതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പല്ലുകൊണ്ട് ചുണ്ടിങ്ങനെ, എന്റെ പല്ലുകൊണ്ട് കയറ് കടിച്ചു പിടിച്ചിട്ട് എന്റെ നാവും ചുണ്ടും മുറിഞ്ഞിട്ട് രക്തം വരുന്നതാ നബിയേ. കയറ് കടിച്ചു പിടിച്ചിട്ട് ഒരു കൈയല്ലേ ഉള്ളൂ, ഒരു കൈയല്ലേ ഉള്ളൂ. അല്ലാഹുവേ, കയറ് കടിച്ചു പിടിച്ചിട്ട് നാവും ചുണ്ടും മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ ഒലിക്കുകയാ. ശരീരത്തിലെ രക്തവേദെന്നറിയോ വാപ്പാ? ശരീരത്തിലെ രക്തവേദെന്നറിയോ ചെറുപ്പക്കാരാ? വെള്ളമെടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവേ ഒരു കൈ ഇങ്ങനെ കുത്തിയിട്ട് മണ്ണിലൂടെ നിരങ്ങുമ്പോ എന്റെ തൊടയിലെ തോലുരിഞ്ഞിട്ട് രക്തം വരുന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനു വേണ്ടിയാ, എന്തിനു വേണ്ടിയാ? അങ്ങ് സദക്ക ചോദിച്ചില്ലേ നബിയേ? പാവങ്ങളെ സഹായിക്കാൻ ചോദിച്ചില്ലേ നബിയേ? അതിനു വേണ്ടിയാ നബിയേ. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കണം നബിയേ. എന്റെ കയ്യിൽ ഇതേ ഉള്ളെന്ന് പറഞ്ഞ് 4 ദിർഹം എടുത്തു കൊടുക്കുമ്പോ, ഉപ്പമാരെ നിനക്ക് കൈയുണ്ടല്ലോ, അല്ലാഹു കാല് തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു വീട് തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്തേ നിനക്ക് പലതും കാണാൻ കഴിയാത്തത്? ആർക്ക് വേണ്ടിയാ മനുഷ്യ, ആർക്ക് വേണ്ടിയാ മനുഷ്യ? 3 കഷ്ടം വെള്ളത്തുണി നിന്റെ പൈസയിലല്ല, നിന്റെ മക്കളും വാങ്ങിത്തരുന്നതും പുതച്ചിട്ട് ഒരു ദിവസം ഞാനും നിങ്ങളും പോകണ്ടവരാ. അതുകൊണ്ട് പോകുന്ന സമയം മനോഹരമാക്കണോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കണോ. നാളെ ഇബ്നു ബുകൈല തങ്ങൾ കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം നിനക്കും കിട്ടണമെന്ന് മോഹമുണ്ടോ? ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളെയും ഞാൻ നിർത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് പറയുന്നില്ല. എപ്പോഴാണോ ആ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങുന്നത്, ആ പണി തുടങ്ങുന്ന സമയത്ത് ഉസ്താദേ, എനിക്ക് ആയുസ്സും ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ അല്ലാഹുവേ, ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയല്ലേ, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുക്കാം ഉസ്താദ്. എനിക്ക് സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കണം ഉസ്താദേ, എനിക്ക് സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കണം. വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കണം. എനിക്ക് നടക്കാൻ വയ്യാ. നാളെ ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ കരയുന്ന ദിവസം, സ്വന്തം മക്കള് നെഞ്ചത്ത് കയറുന്ന ദിവസം, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് പറവയെ പോലെ പറക്കണം ഉസ്താദ്. ആഗ്രഹമുണ്ടോ മുസ്ലിമേ? ആഗ്രഹമുണ്ടോ മുസ്ലിമേ? നിങ്ങളെ ഞാൻ അല്ലാഹനെ ഏൽപ്പിക്കുകയാ, നിങ്ങളെ ഞാൻ അല്ലാഹനെ ഏൽപ്പിക്കുകയാ. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിന്റെ അവകാശിയെ നിനക്കറിയാമല്ലോ. അവരെ നീ തന്നെ തെരഞ്ഞെടുക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ഉറക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, നിനക്കൊരു നല്ല മരണം അല്ലാഹു തരും. അതിനെക്കാരും വേറൊന്നുമില്ല. ഒരു നല്ല മരണം, മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കാം. കാണാൻ വരുന്നവർ മുഴുവനും നീ മരിച്ചതുപോലെ മരിക്കാൻ കുതിക്കും. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം തരുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം തരുമാറാകട്ടെ. ഇപ്പൊ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അതിന്റെ പണി തുടങ്ങുന്ന സമയം ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്ക അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, ഒരു കല്ലിന് 30 രൂപയാവലും ഒരു കട്ടക്ക് എത്രയോ ആകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പലതുള്ളി പെരുവെള്ളം. എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് എല്ലാവർക്കും പ്രതിഫലം വേണം, ഒരാൾ മാത്രമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, 400 ഇതാണ് വേണ്ടത്.
വേണ്ടത്. അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാ 400 ചാക്ക് സിമന്റ് ആണ് വേണ്ടത്. അതിനു വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരുന്നു കൊണ്ട് ഉസ്താദെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഇത്രയെന്ന് പറയൂല, ഞാൻ ഇത്രയെന്ന് നിങ്ങളോട് ചോദിക്കുന്നില്ല. ഉസ്താദെ എന്നെ കൊണ്ട് ഞാൻ ഇത്ര ചാക്ക് സിമന്റ് അള്ളാഹു എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ വാങ്ങി കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈ സദസ്സിൽ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഒരു സഹോദരൻ ഒരു 10 ചാക്ക് സിമന്റ് ഖുലൂത്ത് കബീർ. അൽഹംദുലില്ലാ. ഖുലൂത്ത് കബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, പടച്ചവനെ ആ സാധുവായ മനുഷ്യന് 25 ചാക്ക് സിമന്റ് ഖുലൂത്ത് കബീർ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെയാ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ചോദിച്ചപ്പോൾ പാവപ്പെട്ടവനാണ് ഉസ്താദേ, നല്ല കാര്യത്തിന് വേണ്ടിയില്ലേ, ആ മനുഷ്യന്റെ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുലൂത്ത് കബീർ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് 35 ആക്കായി. എന്താപ്പാ 10:45. നിങ്ങൾ എത്രപ്പാ? 50 ചാക്ക് ഖുലൂത്ത് കബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദയാലുവായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, നിന്നോട് സ്വർഗ്ഗത്തിന്റെ അവകാശിയെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ നീ തെരഞ്ഞെടുത്തതാണ് തമ്പുരാനെ. സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും കൊടുക്കല്ല അല്ലാഹ്. ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ തമ്പുരാനെ. പടച്ചവനെ 10 ചാക്ക് മറ്റൊരു സഹോദരന്, 10 ചാക്ക് മറ്റൊരു സഹോദരന്. അല്ലാഹുവേ, ഇവരുടെ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുലൂത്ത് കബീർ. ഖുലൂത്ത് കബീർ. 100 ചാക്ക് സിമന്റ് ഖുലൂത്ത് കബീർ. ഇനി ആരാ ഉള്ളത്? അൽഹംദുലില്ലാ. ഒരു 5 ചാക്കോ 10 ചാക്കോ? 5 എത്ര? 5. അൽഹംദുലില്ലാ. 10 15 ആയി. 20 അവിടെ 20. ഇനി ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവക്കിക്കേ. 25 പെട്ടെന്ന്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. 10 25 35 10 45. ഇൻഷാ അല്ലാഹ് ഒരാളെ കൂടെ. അൽഹംദുലില്ലാ. 55 60 70 ഇൻഷാ അല്ലാഹ്. ഇനി അൽഹംദുലില്ലാ 80. 2 പേര് കൂടെ 10 ചാക്ക് സിമന്റ് ഇൻഷാ അല്ലാഹ്. ഞാൻ കൂടുതൽ അൽഹംദുലില്ലാ 90. ഒരാൾ കൂടെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കൈവക്കിക്കേ. 100. അൽഹംദുലില്ലാ. അവിടെ ഒരു സഹോദരൻ 50 ചാക്ക് സിമന്റ് ഖുലൂത്ത് കബീർ. അല്ലാഹുവേ, പടച്ചവനെ, 1 രൂപ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താനെ പരാജയപ്പെടുത്തണം. ഉസ്താദേ, എനിക്കല്ല കൈ തന്നല്ലോ, കണ്ണ് തന്നല്ലോ, കാല് തന്നല്ലോ. ഏത് നിമിഷം വേണമെങ്കിലും അല്ലാഹ് ഇത് തിരിച്ചെടുക്കാമല്ലോ റബ്ബേ. അങ്ങനെ ഒരു അവസ്ഥ ഈ സദഖ കൊടുത്തവർക്ക് നീ നൽകല്ല അല്ലാഹ്. വെട്ടി മുറിക്കല്ലേ അല്ലാഹ്. കണ്ണുനീര് കുടിപ്പിക്കല്ല നാഥാ. ഈ സദഖ അതിലൊരു സബബാക്കണേ റബ്ബേ. ഖുലൂത്ത് കബീർ. ഖുലൂത്ത് കബീർ. റക്കബറ ഖുലൂത്ത് കബീർ. നീ ആരാ? അൽഹംദുലില്ലാ 250. നീ വേണം. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ മനസ്സുള്ളവർ. മനുഷ്യ 6 മണ്ണിന്റെ അകത്ത് കിടക്കുമ്പോഴും നിനക്ക് ഒഴുകിയെത്തും. നീ മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ടിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാ ഉള്ളത്? ഉസ്താദേ, ഒരു 10 ചാക്ക് സിമന്റ്, തുച്ഛമായ പൈസ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവക്കിക്കേ. സദസ്സിൽ സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ കടന്നു ചെല്ലുക. അവിടെ പെണ്ണുങ്ങളുണ്ട്, അവരും ഇൻഷാ അല്ലാഹ് തരും. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 10 ചാക്ക് സിമന്റ് ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? ഇങ്ങോട്ട് നോക്ക്. 10 ചാക്ക് സിമന്റ് വലിയ പൈസ ഇല്ല. ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഈ സമയ സദസ്സിൽ 10 5 വെച്ച് കൊടുക്കാൻ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഖുലൂത്ത് കബീർ 1. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ആ ഉയർത്തിയ കൈ മരിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ റബ്ബേ.
അൽഹംദുലില്ലാ. ഒരു സഹോദരി 4000 രൂപ. അപ്പൊ ഏകദേശം എത്ര ചാക്ക് സിമന്റ്? 4000 രൂപ എത്ര ചാക്ക് സിമന്റ് ആയി റഫീഖ്? 10 ചാക്ക് സിമന്റ്. ഗുലൂത്ത് തക്ബീർ. അൽഹംദുലില്ലാ. 70 ഗുലൂത്ത് തക്ബീർ. ആരാ? ഒരു 5 ചാക്ക്, 5ഓ 10ഓ? അൽഹംദുലില്ലാ 75. ഇനി ഒരു 5 ചാക്ക് കൊടുക്കാം. 5 ചാക്ക് സിമന്റ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തിരി. എനിക്ക് 400 ചാക്ക് സിമന്റ് മതി. അൽഹംദുലില്ലാ 80 ഗുലൂത്ത് തക്ബീർ. രണ്ടുപേരും കൈവക്കിക്കുക പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ആരാ ഉള്ളത്? ഇവിടുത്തെ പൈസക്കാരാരാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പിടിച്ചിരുന്നു. സംഘാടകരൊക്കെ ആരെങ്കിലും ഉണ്ടോ? ഒരു 5 ചാക്ക് കൊടുക്കാം. ഒരു 5 ചാക്ക്. അൽഹംദുലില്ലാ 85 90 95. ഇനി 300 ഗുലൂത്ത് തക്ബീർ. പറ ഗുലൂത്ത് തക്ബീർ. കരുണക്കടലായ അല്ലാഹ്, എല്ലാം പാവപ്പെട്ടവരാ തമ്പുരാനെ. എങ്കിലും ഉസ്താദേ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാ ഉസ്താദേ. അല്ലാഹുവേ, ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. പടച്ചവനേ, ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കണേ തമ്പുരാനെ. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഗുലൂത്ത് തക്ബീർ. ഉറക്കെ ഗുലൂത്ത് തക്ബീർ. ഉറക്കെ ഗുലൂത്ത് തക്ബീർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇനി ഒരു 100 ചാക്കോടുണ്ടെങ്കിൽ സമാധാനമായ. ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. മുസ്ലിമീങ്ങളൊക്കെ ഇവിടെ നിന്നപ്പോ ഒരു അമുസ്ലിമായ സഹോദരൻ, അദ്ദേഹം അൽഹംദുലില്ലാ, അല്ലാഹു നീ ആ സദഖ സ്വീകരിക്കണേ തമ്പുരാനെ. 3 ചാക്ക് സിമന്റ് അമുസ്ലിം ഗുലൂത്ത് തക്ബീർ. അല്ലാഹു അദ്ദേഹത്തിന് ഖൈറും ബറക്കത്തും ഐശ്വര്യവും നല്ല ജീവിതവും നൽകണേ റഹ്മാനെ. ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 5 ചാക്ക് സിമന്റ് പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. അൽഹംദുലില്ലാ. 1 ഇനിയുണ്ടാ സഹോദരൻ? 2 3 പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. 4 5 അൽഹംദുലില്ലാ. ഗുലൂത്ത് തക്ബീർ. 6 ഗുലൂത്ത് തക്ബീർ. 6 7 അൽഹംദുലില്ലാ. ഇനി പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. 3 പേര് കൂടെ കൈ പൊക്കിക്കേ. 7 8 ഇൻഷാ അല്ലാഹ്. ഇനി 9ാമത്തെ ആള് ഒന്ന് കൈപൊങ്ങട്ടെ ഇൻഷാ അല്ലാഹ്. തിരിഞ്ഞും മറിഞ്ഞും നിൽക്കണ്ട. സ്വർഗം എന്റെ കയ്യിൽ മുന്നിൽ. ഇന്ന് നീ വീട്ടിൽ ചെന്ന ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചത് മൊത്തം മക്കൾക്ക് നീ പള്ളിക്കുടിയിലേക്ക് വെറുതെ പോകും. അഫ്സാ, എനിക്ക് അങ്ങനെ പോകാൻ വയ്യ ഉസ്താദേ, എനിക്ക് സ്വർഗം മതി എന്ന ചിന്തയോടെ അൽഹംദുലില്ലാ 8 പേര് ഗുലൂത്ത് തക്ബീർ. ആരാ 9ാമത്തെ അടിമയാരാ? 5 ചാക്ക് സിമന്റ്. ആരാ 9ാമത്തെ അടിമ? 2 പേര് കൂടെ എനിക്ക് വേണം. 2 പേര് കൂടെ പെട്ടെന്ന് കൈ വെക്കാൻ. എവിടെ? അൽഹംദുലില്ലാ. 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 100 ചാക്ക. അൽഹംദുലില്ലാ. ഇവിടെ 5 15 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഗുലൂത്ത് തക്ബീർ. അപ്പൊ 10 പേര് 5 ചാക്ക് വെച്ചാകുമ്പോ എത്ര ആവും? 5 50 60 70 80 ഗുലൂത്ത് തക്ബീർ. 380 ചാക്ക് ഗുലൂത്ത് തക്ബീർ. അൽഹംദുലില്ലാ. ഒരു സഹോദരൻ അൽഹംദുലില്ലാ 85. ഇനി 85 അദ്ദേഹം അവിടെ നിൽക്കട്ടെ. ഞാൻ പിടിച്ചല്ല. 85 ഇൻഷാ അല്ലാഹ്. 5 ചാക്കൂടെ 85 ഗുലൂത്ത് തക്ബീർ. പറ ഗുലൂത്ത് തക്ബീർ. അർഹം റഹീമായ കരുണക്കടലായ അല്ലാഹ്, പടച്ചവനെ ചോദിക്കാതെ ഒരു സഹോദരൻ അല്ലാഹുവേ 100 ചാക്ക് സിമന്റ് ഗുലൂത്ത് തക്ബീർ. ഗുലൂത്ത് തക്ബീർ. അല്ലാഹുവേ, ആ പൊന്നുമോന് ജന്മം കൊടുത്ത വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇന്ന് പെരുന്നാളിന്റെ സന്തോഷവാക്കണേ അല്ലാഹ്. പടച്ചവനെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കണേ അല്ലാഹ്. പടച്ചവനെ ആ പൊന്നുമോന് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിച്ചാൽ ആ സാധു മരിച്ചതുപോലെ മരിക്കണമെന്ന് ഈ നാട്ടുകാര് പറയണേ നാദാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. ഗുലൂത്ത് തക്ബീർ. അൽഹംദുലില്ലാ 385 ചാക്ക് ഇൻഷാ അല്ലാഹ്. 485 ചാക്ക് സിമന്റ് ആയി. ഗുലൂത്ത് തക്ബീർ. 500 തികച്ചിട്ട് നിർത്താപ്പ. 85 5 ചാക്കൂടെ വേണം. ആരാ? ഒന്ന് കൈ പൊക്കിക്ക്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. 5 90 ആയി. ഇനിയുണ്ടോ? പെണ്ണുങ്ങളുടെ ഭാഗത്താണ്. ഇന്ന് നിർത്താം. 500 ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാ. അല്ലാഹു ഇഷ്ടപ്പെട്ട 2 അടിമകൾ കൈവക്കി നമുക്ക് ദുആ ചെയ്യാം. ആരാ? 2 പേര് കൈ പൊക്കിക്ക്. അൽഹംദുലില്ലാ. 5 ചാക്ക് വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ? പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്താ ഇല്ല? പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങളൊരു 5 എത്രയൊക്കെ കൊടുക്കാൻ?
5 അൽഹംദുലില്ലാഹ്. ബാക്കി 5 നിങ്ങൾ കൊടുത്തേക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. 500 ചാക്ക് സിമന്റ് കുലൂ തക്ബീർ പറ കുലൂ തക്ബീർ കുലൂ തക്ബീർ. അല്ലാഹുവേ കരുണക്കടലായ ദയാലുവായ അല്ലാഹ് പടച്ചവനെ ഈ സദഖ ചെയ്ത ഒരാളെയും നീ മറക്കല്ല റബ്ബേ. അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ മരിക്കുന്ന സമയത്ത് അവർക്ക് ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ നാഥാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുലൂ തക്ബീർ ഉറക്കെ കുലൂ തക്ബീർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് 10,000 കല്ല വേണ്ടതില്ല. 10,000 കല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങോട്ട് നോക്ക്. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി അൽഹംദുലില്ലാഹ് ഈ മദ്രസയുടെ ബന്ധപ്പെട്ട ഈ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി 400 കല്ല് സദഖ ചെയ്തിരിക്കുന്നു. കുലൂ തക്ബീർ. ഓടേണ്ടവർ ഓടിക്കോ. കുലൂ തക്ബീർ. അല്ലാഹുവേ ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറു ബർക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. പടച്ചവനെ മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞിട്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിത മാർഗത്തിൽ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു വ്യക്തി 10,001 കുലൂ തക്ബീർ. അല്ലാഹുവേ 10,001 രൂപ സദഖ ചെയ്ത സഹോദരന് നീ വെറും കൈയോടെ മടക്കല്ല അല്ലാഹ്. നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ മുസ്തഫ എന്ന് പറയുന്ന ഒരു സഹോദരന് 10,001 രൂപ സദഖ ചെയ്തു റബ്ബേ. ആ പാവപ്പെട്ടവനെ മറക്കല്ല അല്ലാഹ്. അല്ലാഹുവേ മുസ്തഫ എന്ന സഹോദരന് സ്വർഗ്ഗം നിർബന്ധമാക്കണേ അല്ലാഹ്. നരകമോചനം കൊടുക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ റാഷിദ റാഷിദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 4,001 രൂപ കുലൂ തക്ബീർ. അല്ലാഹു റാഷിദ് എന്ന സഹോദരന്റെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മറ്റൊരു വ്യക്തി പൂഴി മണലായിരിക്കില്ല. എത്ര മണൽ? അൽഹംദുലില്ലാഹ്. പടവെന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനാവശ്യമായ പൂഴി ഒരു മനുഷ്യൻ കുലൂ തക്ബീർ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാഹു. അദ്ദേഹത്തിന്റെ ഖബറിനെ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കണേ റഹ്മാൻ. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾ അബ്ദുൾ റസാഖ് എന്ന സഹോദരൻ 5 ചാക്ക് സിമന്റ്, വേറൊരാള് 2,000 രൂപ കുട്ടികളുടെ കല്യാണം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ അൽഹംദുലില്ലാഹ്. ഏതോ ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം കുലൂ തക്ബീർ പറഞ്ഞോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ് തന്റെ കയ്യിൽ കിടന്ന ഒരു മനോഹരമായ മോതിരം അല്ലാഹുവേ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുന്നു നാഥാ. ആ സാധുവിനെ നീ മറക്കല്ല തമ്പുരാനെ. ഇതേത് ശരീരത്തിൽ കിടന്നു ആ ശരീരം നീ അറുത്തു മുറിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള രോഗ
രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ തമ്പുരാനെ. അല്ലാഹുവേ ആ പെങ്ങൾക്ക് നല്ല മരണം കൊടുക്കണേ റഹ്മാനെ. ഒരു പെണ്ണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സ്വർണമാണ്. ആ സ്വർണം നല്ല കാര്യത്തിന് വേണ്ടി വന്ന സഹോദരിക്ക് ഈ സ്വർഗമല്ലാതെ മറ്റൊന്നും കൊടുക്കല്ല അല്ലാഹ്.